ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചിക്കൻ റോസ്റ്റ് ആണ്. ഇത് അപ്പത്തിനും വെള്ളപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. എല്ലോട് കൂടിയ കഷ്ണമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തൈര് ആഡ് ചെയ്യാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് വേണം ഉപയോഗിക്കാൻ. ഇതിന് കൈ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂണ് കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം ഇത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി തീരെ സമയമില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുക. ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 4 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെയെങ്കിലും റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തത് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഉള്ളി ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്യാം. 3/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് കൂടി ചേർക്കാം. തക്കാളി കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. തുടരെ ഇളക്കിയും കൊണ്ടിരിക്കാം. ഒരു 4 മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഇളക്കിയെടുക്കണം. തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. കാരണം ഇതിൽ വെള്ളം കുറച്ച് ചേർക്കുന്നുള്ളൂ. മൂടി വെച്ചതിന് ശേഷം ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഇടയ്ക്കിടെ ഇളക്കിയും കൊണ്ടിരിക്കണം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി വിതറി കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ഫ്രൈ ആണ് ഇത്. അപ്പത്തിൻ്റെ കൂടെയും പൊറാട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് എന്തായാലും തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.